വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, ഫ്രൈഡ് മിൽക്ക്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കട്ടയൊന്നും പിടിക്കാതെ. അപ്പോൾ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ മാറ്റി വെച്ചേക്കാം. അതിനുശേഷം വേറൊരു പാനിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പാലിൽ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിസ്ക് വെച്ച് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത്, നല്ല തിക്കാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഞാനൊരു ലഞ്ച് ബോക്സാണ് എടുത്തത്. അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓയിൽ വെച്ചിട്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ ഇതുപോലെ വയ്ക്കണം. ചൂടാറുമ്പോൾ വേണേൽ ഫ്രിഡ്ജിലും വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇത് സൈഡൊന്ന് വിടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാം. ഒരു പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മുടെ പാല്. ഇനി ഇത് ഒരു സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം നമുക്ക്. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലിൻ്റെ ഈ കട്ടിയായിട്ടുള്ള ഇത് കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോറിൽ ഇട്ടിട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ് അതിലിട്ടിട്ട് വീണ്ടും ഈ കോൺഫ്ലോറിൽ കൂടെ ഒന്നുകൂടെ റോൾ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയിൽ ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം.